ഹായ് ഗൈസ്, നല്ല ബെജി ഇടുന്ന കടയിലേക്ക് പോയല്ലോ നമുക്ക്. വൈകിട്ടായത് വണ്ടി എടുത്ത് ഇറങ്ങാണ് ചായ കുടിക്കാൻ. എന്റെ ചായമേറ്റാണ് ഈ നടന്നു തന്നെ ആൽഫിൻ. അങ്ങനെ ആൽഫിനെ വിളിച്ച് ആദ്യം പോയത് വണ്ടിയുടെ വയർ നിറയ്ക്കാനാണ്. ഇവനാണ് എന്റെ ഏറ്റവും കൂടുതൽ കാശ് പൊട്ടിക്കണവൻ. ഈ എന്താ കുടിയെന്നറിയോ, ഒടുക്കത്തെ കുടിയാണ്. ഈ തുണിയിലാണ്ട് ഓടിപ്പോകുന്നതാണ് എൽദോ ജോർജ്, ഞങ്ങളുടെ ചായ സ്പോൺസർ. വലിയ ഓണ്ടർപ്രണർ ഒക്കെയാണ് ഫിനാൻസ് സ്കൂളിന്റെ. ഏതാ ലുക്ക്, തുണിയിലാണ്ട് ഓടിപ്പോയ ആളാണോ ഈ നടന്നു തന്നെ. പൊക്കി അടിച്ചേക്കാം. നീയും ചായ മേടിച്ച് തരാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇവിടുത്തെ ഹൈലൈറ്റ് ബെജിയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല വൃത്തിയുള്ള കടയാണ്. ഇല്ലുംകൂടിലാണ് നല്ല ചൂടൻ കടികൾ നിരന്നിരിക്കുകയാണ്. ഞങ്ങൾ 3 ചായയും മുളക് ബജിയും മുട്ട ബജിയും ഒക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കടികൾക്ക്, അതോട് സൂക്ഷിച്ചൊക്കെ വായിൽ വെക്കണം. ഈ ചേട്ടയാണ് ഈ ചായക്കട. ചേട്ടന്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല. ചേട്ടൻ നല്ല കിടിലൻ ചായയാണ് തന്നുകൊണ്ടിരിക്കണേ. ചേച്ചി തൊട്ട് ബാക്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കടികൾ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നല്ല ചൂടൻ കടികളായിരിക്കും. ഒരു ചായ കുടിച്ചതിന് ശേഷം രണ്ടാമത്തെ ചായ കുടിയിലേക്ക് കടന്നേക്കാണ് എൽദോ. കൂട്ടിനൊരു ബെഡ് റോസ്റ്റിനെ എടുത്ത് കടിച്ചു പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ചായ മേടിച്ചു തന്നതിന്റെ പേരിൽ പുള്ളിയുടെ തള്ളുകഥകളൊക്കെ കേട്ട് പുള്ളിനെ കൊണ്ട് എന്നെ പേയ്മെന്റ് കൊടുത്ത് ഞങ്ങൾ പോവാണ്. ഇനി ചായക്കടയുടെ ലൊക്കേഷൻ പറഞ്ഞു തന്നില്ല എന്ന് വേണ്ട. വളയഞ്ചരങ്ങര റബ്ബർ പാർക്ക് റോഡ്, റബ്ബർ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ചായക്കട വരുന്നത്. അപ്പൊ നല്ല ചൂടൻ കടി വേണ്ടവർ നേരെ അങ്ങോട്ട് വിട്ടു. അപ്പൊ എല്ലാവർക്കും ബൈ.